രാജ്യത്തെ ഏറ്റവും വലിയ സാംസ്കാരിക ഉത്സവമായ ലോക്മന്ദന് ഇന്ന് തെലങ്കാനയിലെ ഭാഗ്യനഗറിൽ തുടക്കമാവും. നാളെയാണ് ലോക്മന്ദൻ 4ാം എഡിഷന്റെ ഔദ്യോഗികമായ ഉദ്ഘാടന ചടങ്ങ്. രാഷ്ട്രപതി ദ്രൗപദി മുർമുവാണ് ഉദ്ഘാടനം ചെയ്യുക. രാജ്യത്തിന്റെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും ഒപ്പം വിദേശ രാജ്യങ്ങളിൽ നിന്നുമുള്ള പ്രതിനിധികളൊക്കെ ഈ 4 ദിവസം നീണ്ടു നിൽക്കുന്ന പരിപാടിയിൽ പങ്കെടുക്കാനായി എത്തുന്നുണ്ട്. ജിഷ്ണു കൃഷ്ണൻ ചേരുന്നു വിവരങ്ങളുമായി. ജിഷ്ണു, വിശദാംശങ്ങൾ. ഹൈദരാബാദിൽ ഭാഗ്യനഗറിൽ ആണ് ഈ ലോക്മന്ദൻ നടക്കുന്നത്. ലോക്മന്ദൻ പരിപാടിയുടെ ഔദ്യോഗികമായ ഉദ്ഘാടന ചടങ്ങ് നാളെ രാഷ്ട്രപതി ദ്രൗപദി മുർമു നിർവഹിക്കും. ഇന്ന് ലോക്മന്ദന്റെ ഭാഗമായുള്ള പ്രദർശനിയുടെ ഉദ്ഘാടന ചടങ്ങ് മുൻ ഉപരാഷ്ട്രപതി വെങ്കയ്യ നായിഡുവാണ് നിർവഹിക്കുന്നത്. അതിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ 9:30 മുൻ ഉപരാഷ്ട്രപതി വെങ്കയ്യ നായിഡു എത്തിച്ചേരും. അദ്ദേഹം ഈ പ്രദർശനി ഉദ്ഘാടനം ചെയ്യുന്നതോടുകൂടി ഇത്തവണത്തെ ലോക്മന്ദൻ 2024 തെലങ്കാനയുടെ തലസ്ഥാനമായ ഭാഗ്യനഗറിൽ തുടക്കമാവുകയാണ്. വിപുലമായ പരിപാടികളാണ് ലോക്മന്ദനിൽ ഒരുക്കിയിട്ടുള്ളത്. ഇൻട്രോയിൽ സൂചിപ്പിച്ചതുപോലെ രാജ്യത്തെ ഏറ്റവും വലിയ സാംസ്കാരിക ഉത്സവം എന്ന് വെറുതെ ഭംഗിവാക്ക് പറയുന്നതല്ല ലോക്മന്ദൻ എന്നുള്ളതാണ് അതിൻ്റെ വിശദാംശങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. രാജ്യത്തിൻ്റെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആളുകളുടെ പ്രാതിനിധ്യം, ഒപ്പം വിവിധ തരത്തിലുള്ള കലാരൂപങ്ങൾ, അത് ഇപ്പോൾ ആളുകൾക്ക് പരിചിതമായതും അല്ലാത്തതുമായ ഭാരതത്തിൻ്റെ സംസ്കാരവുമായി, ഭാരതത്തിൻ്റെ പൈതൃകവുമായി അത്രത്തോളം ബന്ധപ്പെട്ട് കിടക്കുന്ന വനവാസി മേഖലയിൽ നിലവിലുണ്ടായിരുന്ന കലാരൂപങ്ങളുടെ ആവിഷ്കാരം എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അത് ലോക്മന്ദന് നേതൃത്വം നൽകുന്ന പ്രജ്ഞാപ്രവാഹ് ഉൾപ്പെടെ ചൂണ്ടിക്കാണിക്കുന്നത് ഒരു കാലത്ത് ഭാരതത്തിൻ്റെ സാംസ്കാരിക മേളകളായിരുന്ന, അല്ലെങ്കിൽ സാംസ്കാരിക ഉത്സവത്തിൻ്റെ ഭാഗമായിരുന്ന പല കലാരൂപങ്ങളും ഭാരതത്തിന് മേലുണ്ടായിട്ടുള്ള വിവിധ തരത്തിലുള്ള അധിനിവേശങ്ങളുടെ ഭാഗമായി, അത് മുഗൾ അധിനിവേശമാണെങ്കിലും പിന്നീട് ബ്രിട്ടീഷ് ഭരണകാലത്തിൻ്റെ ഭാഗമായി അതെല്ലാം അപ്രസക്തമാവുകയും അതെല്ലാം ഒരു ഓർമ്മയായി മാറുകയും ചെയ്തിരുന്നു. അതിൻ്റെ ഒരു പുനരാവിഷ്കരണം, അല്ലെങ്കിൽ അത് വീണ്ടും സമൂഹത്തിലേക്ക്, അല്ലെങ്കിൽ പുതിയ തലമുറയ്ക്ക് പകർന്നു നൽകുക എന്ന വളരെ കൃത്യമായ ലക്ഷ്യത്തോടു കൂടിയുള്ള കലകളുടെ അവതരണങ്ങളുണ്ട്. ഒപ്പം രാജ്യത്തിൻ്റെ മുൻപോട്ട് പോക്കുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, നിലവിലെ സാഹചര്യത്തിൽ ഭാരതം എത്രത്തോളം ലോകത്തിന് മുൻപിൽ കുതിക്കുകയാണ്. അത് ആശയപരമായ പിന്തുണയും ഭാരതത്തിൻ്റെ സാംസ്കാരിക പൈതൃകത്തിലൂന്നിയായിരിക്കും ആധുനിക സാങ്കേതിക വിദ്യയെ കൂട്ടുപിടിച്ചുകൊണ്ട് ഭാരതത്തിൻ്റെ യാത്ര എന്നുള്ളത് ഭാരതത്തിൻ്റെ ഭരണ നേതൃത്വത്തിന് നേതൃത്വം നൽകുന്നവർ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളതാണ്. അത്തരത്തിലൊരു യാത്ര ഭാരതം നടത്തുമ്പോൾ അതിനെത്രത്തോളം ജനങ്ങൾ പങ്കാളികളാകണം, അതിനെത്രത്തോളം നമ്മുടെ ഇത്തരം കലാരൂപങ്ങൾക്കും നമ്മുടെ സാംസ്കാരിക പൈതൃകത്തിനും പ്രാധാന്യമുണ്ട് എന്നതടക്കമുള്ള ഗൗരവമായിട്ടുള്ള ചർച്ചകൾ, വിവിധ തരത്തിൽ പ്രതിനിധികൾ പങ്കെടുക്കുന്ന ഗൗരവമുള്ള ചർച്ചകൾ, കലാരൂപങ്ങൾ, അത്തരത്തിൽ വിപുലമായ ഉത്സവം തന്നെയാണ് ഈ ലോക്മന്ദൻ 2024 ഭാഗമായി നടക്കുന്നത്. അല്പസമയത്തിനകം തന്നെ മുൻ ഉപരാഷ്ട്രപതി വെങ്കയ്യ നായിഡു ലോക്മന്ദന്റെ ഭാഗമായുള്ള ഈ പ്രദർശനിക്ക് ഉദ്ഘാടനം ചെയ്യും. അതോടുകൂടി ലോക്മന്ദൻ 2024 തെലങ്കാനയുടെ തലസ്ഥാനമായ ഭാഗ്യനഗറിൽ തുടക്കമാകും. തത്സമയ ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നത് തെലങ്കാനയിലെ ഭാഗ്യനഗറിൽ നിന്നുള്ളതാണ്. എന്തായാലും ലോക്മന്ദൻ ആരംഭിക്കാൻ ഇനി നിമിഷങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. 4 ദിവസത്തെ സാംസ്കാരിക ഉത്സവം എന്തായാലും തുടക്കമിടുകയാണ് ഭാഗ്യനഗറിൽ. വിശദാംശങ്ങൾ വരും മണിക്കൂറുകളിലും ജനം വാർത്തകളിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കും.